ഫ്രണ്ട്സ് ടൂറിട്ടപ്പോൾ ജിമ്മിൻ്റെ ഡാഡിക്ക് ടെൻഷനായി. ഹീറോയിൻ ഞാൻ ഇവർക്ക് രണ്ടുപേർക്ക് മാരേജ് ചെയ്താൽ പ്ലാൻ ചെയ്ത അത് ജിമ്മിൻ്റെ ഡാഡി ഫോൺ ചെയ്തിട്ട് ഞങ്ങൾ കൊണ്ടുവരാമെന്ന് ജിമ്മിനെ വിളിച്ചു. ജിമ്മിന് പറഞ്ഞു, ഡാഡി എന്താ ഇന്ന് എടാ ഞങ്ങൾ ഇന്ത്യക്ക് പോയിട്ട് വരാം, എനിക്ക് അവൾക്ക് മാരേജാണ്. ഡാഡ് എന്താ പറയുക, എനിക്ക് അവൾ ഇഷ്ടമുണ്ടല്ലേ, ഇഷ്ടം ഡാഡി, ഇപ്പോൾ എന്താ ശരി ഞാൻ പോവാം, ഫസ്റ്റ് നീ പിന്നെ ബാ എന്ന് ജിമ്മിനോട് പറഞ്ഞു പോയി. അങ്ങനെ ജിമ്മിനിക്ക് കുറച്ച് ക്ലോസ് ഉണ്ടായിരുന്നു. ഹീറോയിൻ അങ്ങനെ നൈറ്റ് അവരവിടുന്ന് പോയി. രാവിലെ ഹീറോയിൻ ജിമ്മിൻ പറഞ്ഞു, എവിടെ അങ്കിൾ ആൻറ്റി? ജിമ്മിൻ പറഞ്ഞു, ഇന്ന് കോളേജിലേക്ക് പോകണം. ജിമ്മിന് രണ്ടുപേരും കോളേജിൽ പോകാമായിരുന്നു. ജിമ്മിൻ പറഞ്ഞു, ഇന്ന് കോളേജിൽ പോകണ്ടെന്ന്. എന്താ ജിമ്മിൻ പറഞ്ഞു. ജിമ്മിന് ഇങ്ങനെ ഹീറോയിൻ്റെ അടുത്ത് ക്ലോസ് ആയിരുന്നു. അങ്ങനെ കിസ് ചെയ്തു. ഇന്ന് കോളേജിൽ പോകണ്ട, എന്നെ പ്രിൻസിപ്പൽ ലീവ് തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇത്ര നാൾ ലീവ് വാങ്ങിയിട്ടുണ്ട്. ഹീറോയ്ക്ക് ഷോക്കായി. നീ നാളെ കോളേജിൽ പോകും, ഇപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാമെന്ന് പറഞ്ഞു ജിമ്മിൻ. ഇങ്ങനെ സ്റ്റെല്ല കോളേജിൽ വന്നില്ലായിരുന്നു. കോളേജിൽ കട്ട് ചെയ്ത് വന്നു. ജിമ്മിന് കാണുന്നില്ല. അങ്ങനെ സ്റ്റെല്ല നോക്കുമ്പോൾ ജിമ്മിൻ്റെ കാർ പോകുന്നുണ്ടു. ജിമ്മിൻ സാർ എന്ന് പറഞ്ഞു ഓടി വരുമ്പോൾ ജിമ്മിൻ സാർ ഹീറോയും ജിമ്മിൻ ഐസ്ക്രീമിന് സംസാരിച്ചുകൊണ്ട് ജോലിയായി സംസാരിക്കുന്നത് കണ്ട് സ്റ്റെല്ല ഷോക്കായി. ഇവരെന്തായാലും എന്ത് ചെയ്യുക, സ്റ്റെല്ല എന്നെ വിളിക്കുന്നത് കേട്ടു. സ്റ്റെല്ല ഇവിടെ നിന്ന് പോയി. ഇവരെന്താ ചെയ്യുക. അങ്ങനെ ജിമ്മിൻ ഹീറോയ്ക്ക് നെക്സ്റ്റ് ഇങ്ങനെ വീട്ടിലേക്ക് വന്നു. ജിമ്മിൻ അതെ ഹീറോയി സാരി ഇട്ടിട്ടുണ്ടായിരുന്നു. ഹീറോയി ഡ്രസ്സ് ജിമ്മിൻ ചെയ്ത് അത് വലിയ ഷോപ്പിംഗ് ചെയ്ത് കുളിച്ച് പ്രശ്ന സാരി എടുത്തായിരുന്നു. ഇങ്ങനെ ജിമ്മിൻ ഹാക്ക് ചെയ്തു. പാട്ട് പാടി ഫസ്റ്റ് എപ്പിസോഡ് പാട്ട് പാടി. അങ്ങനെ രണ്ടുപേരും കണ്ണെടുക്കാതെ നോക്കുമായിരുന്നു. ജിമ്മിൻ ഹക്ക് ചെയ്തു തുടങ്ങി. ജിമ്മിനിക്ക് കോൾ വന്നു. ഹലോ ശരിടാ, എന്നിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു. പ്രിയ നീ റെഡി ആയിക്കോ. എന്താ ജിമ്മിൻ സാർ? ജിമ്മിൻ എന്താ ജിമ്മിൻ? പാക്ക് ചെയ്തോ, നമുക്ക് ഇന്ത്യക്ക് പോവാം. ഇന്ത്യക്കാ? അങ്ങനെയല്ല, ജിമ്മിൻ പാക്ക് ചെയ്തു. പിന്നെ 3 മണിയാകുമ്പോൾ ഫ്ലൈറ്റിൽ കയറി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഇന്ത്യക്ക് എത്തി. ഇന്ത്യയിൽ ജിമ്മിൻ ഹീറോയ്ക്ക് പോയിട്ട് എത്തുമ്പോൾ നൈറ്റായിരുന്നു. ഹീറോയി പറഞ്ഞു, ജിമ്മിൻ പറഞ്ഞു, നീ കിടന്ന് ഉറങ്ങിക്കോ, രാവിലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയി നന്നായിട്ട് ഉറങ്ങി. രാവിലെ ഹീറോയി റെഡിയായി. റെഡിയായിട്ട് കുറച്ച് ഇതെല്ലാം നിങ്ങൾക്ക് നാളെ ഇത് നൈറ്റ് മൈലാഞ്ചി വെക്കാറുണ്ട്. എല്ലാ ഡ്രസ്സും മൈലാഞ്ചി നല്ല ഡ്രസ്സെല്ലാം വന്നു ഹീറോയ്ക്ക്. രാത്രിയായി മൈലാഞ്ചിൽ വെച്ചു. രാവിലെ മാരേജ്. ഹീറോയിൻ നന്നായിട്ട് ഉറങ്ങി. രാവിലെ എണീച്ച് ഹീറോയിൻ അങ്ങനെ കൊണ്ടുപോയത് കൊണ്ട് രണ്ടുപേർക്ക് മാരേജുമായി. എനിക്ക് കുറച്ച് നാൾ അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ കൊറിയക്ക് പോകാം. അങ്ങനെ കൊറിയക്ക് പോയി. എല്ലാ പ്രിൻസിപ്പൽ ടീച്ചർക്കും എല്ലാം ജിമ്മിനെ അറിയിച്ചായിരുന്നു. അവരായിട്ട് ജിമ്മിന് വന്നു. കോളേജിൽ വന്നു. ജിമ്മിന് ഹീറോയും വന്നായിരുന്നു. അങ്ങനെ രണ്ടുപേരും ക്ലാസ് എടുക്കുക. ജിമ്മിന് ഹീറോയിന് സൈറ്റ് അടിക്കുക. സ്റ്റെല്ല ശ്രദ്ധിക്കായിരുന്നു. അപ്പുറത്തെ ക്ലാസ്സാണ് സ്റ്റെല്ല ഒരു എന്തെല്ലാം ചെയ്യുന്നത് സ്റ്റെല്ലൊക്കെ കാണുന്നുണ്ട്. ഇവളെന്താ ചെയ്യുന്നത് സ്റ്റെല്ല സെക്കൻഡ് ഇയർ, ഹീറോയിൻ ഫസ്റ്റ് ഇയറാണ്. സ്റ്റെല്ലൊക്കെ ടെൻഷനാവുക. എല്ലാം ഇത് നോക്കിയിട്ടുണ്ടു. സ്റ്റെല്ലക്കെല്ലാം കാണുന്നുണ്ട്. സ്റ്റെല്ല ടെൻഷനായിരുന്നു. അങ്ങനെ ജിമ്മിനൊക്കെ വന്ന് പ്രപ്പോസ് ചെയ്തായിരുന്നു സ്റ്റെല്ല. ഇത് എല്ലാവർക്കും എതിരിൽ പ്രപ്പോസ് ചെയ്ത ഇതെല്ലാം ഷോക്കായി. പിന്നെ സ്റ്റെല്ല ഹീറോയ്ക്ക് തല്ലിയാക്കുന്നത് ഇത് തല്ലുമില്ലായി. പ്രിൻസിപ്പലാണ് സ്റ്റെല്ല ഹീറോയെ തച്ച്. സ്റ്റെല്ല ഡാഡി വന്ന് പറയാൻ തുടങ്ങി, എൻ്റെ മോക്ക് നിങ്ങൾ തല്ലിയത് അങ്ങനെ ഇങ്ങനത്തെ. അപ്പോൾ സ്റ്റെല്ല ഡാഡിയോട് പറയാൻ തുടങ്ങി, പ്രൊപ്പോസർക്ക് പ്രപ്പോസ് ചെയ്തു, മാത്രമല്ല ഹീറോയിനെ ടോർച്ചർ ചെയ്തത് തല്ലിയതെല്ലാം പറയാം. അത് സ്റ്റെല്ലൻ്റെ ഡാഡി പറഞ്ഞു, സാർ നിങ്ങൾ അവളെ ലവ് ചെയ്യുക, അതുകൊണ്ട് അവളെതിരിൽ വന്ന് അവൾ തല്ലിയ എൻ്റെ മോനെ ടോർച്ചർ ചെയ്തത് കൊണ്ട് സ്റ്റെല്ലൻ ഡാഡി പറഞ്ഞു അവൾ തപ്പ് ചെയ്തൊന്നുമില്ല എന്ന് ആയിരിക്കും എല്ലാവരും പറയാൻ തുടങ്ങി. സ്റ്റെല്ലൻ ഡാഡിയുടെ പ്രിൻസിപ്പൾ പറഞ്ഞു, ഇവർ ഹസ്ബൻഡ് വൈഫ് കൂടെ അങ്ങനെ ഒന്നും ഇരിക്കാൻ പാടില്ല എന്ന് ജിമ്മിന് പറഞ്ഞു. സാർ പ്രിൻസിപ്പളോട് പറഞ്ഞു, സാർ ഇവിടെ പറഞ്ഞേക്ക്, ആക്ച്വലി ഞാൻ കുറച്ച് നാളെ മാത്രമേ ഈ കോളേജിലിരിക്കും, പിന്നെ ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ട്. ജിമ്മിന് പറഞ്ഞു, എനിക്ക് എൻ്റെ ബിസിനസ് നോക്കുന്നുണ്ട്, മനസ്സിലായോ? ജിമ്മിന് പറഞ്ഞായിരുന്നു, ഈസ് മൈ വൈഫ് എന്ന് ജിമ്മിൻ പറഞ്ഞു. ഞാൻ കുറച്ചമ്പേട് മാത്രമേ ഉണ്ടാവും. പിന്നെ ജിമ്മിന് പറഞ്ഞിരുന്നു. ഇങ്ങനെ പ്രിൻസിപ്പൽ പറഞ്ഞു. അതിന് സ്റ്റെല്ലൻ ഡാഡിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, ടെൻഷനായിരുന്നു. അവിടുന്ന് സ്റ്റെല്ലൻ ഡാഡി എടുത്തുകൊണ്ട് പോയി. സ്റ്റെല്ലൊക്കെ വായിക്ക് പറയാൻ തുടങ്ങി. സ്റ്റെല്ല പറഞ്ഞു. അങ്ങനെ സൈറ്റിൽ ജിമ്മിൻ്റെ ഓഫീസിൽ വന്ന് ഹീറോയി പോയപ്പോൾ ജിമ്മിന് ഇങ്ങനെ കണ്ണുകാട്ടി വിളിച്ചായിരുന്നു. അങ്ങനെ ഹീറോ ജിമ്മിൻ്റെ പുറകിൽ പോയി. സ്റ്റെല്ല പുറകിൽ വന്നു. അങ്ങനെ ജിമ്മിൻ ഹീറോയിൻ അകത്ത് പോയപ്പോൾ ലോക്ക് ചെയ്ത് ഇങ്ങനെ കിടിവാദം നോക്കാൻ തുടങ്ങി. ജിമ്മിൻ ഇങ്ങനെ പിടിച്ച് വലിച്ച്. അങ്ങനെ ജിമ്മിൻ കിസ് ചെയ്യുന്നത് സ്റ്റെല്ല കണ്ട്. സ്റ്റെല്ലൊക്കെ ടെൻഷനായി. എന്താ ഇവിടെ നിൽക്കുന്ന ഹസ്ബൻഡ് വൈഫ് പറഞ്ഞ്
ഇവർ റിയൽ ഹസ്ബൻഡ് വൈഫാ. ഇവരെ പിരിക്കണം. സ്ഥലം നിറയെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അത് ജിമ്മിനിക്ക് അറിഞ്ഞത്. ജിമ്മിൻ ടെൻഷനിൽ സ്ഥലമൊക്കെ പറഞ്ഞായിരുന്നു. ഹീറോയ്ക്ക് സ്റ്റെല്ല തേർഡ് ഇയർക്ക് എത്തി. ഹീറോ സെക്കൻഡ് ഇയർക്ക് എത്തി. ജിമ്മിൻ അതിപ്പോൾ കമ്പനി CEO ആണ്. കമ്പനി നോക്കുകയാണ് ജിമ്മിൻ. ഇപ്പോൾ പ്രൊഫസറല്ല. ഡേയ്സ് പോകാൻ തുടങ്ങി. സ്റ്റെല്ല ഡാഡി സ്റ്റെല്ല ഇങ്ങനെ ചെയ്യുന്ന കണ്ടെത്തി വേറെ ചെക്കനിക്ക് സ്റ്റെല്ലനെ മാരേജ് ചെയ്ത് സ്റ്റെല്ല ഇങ്ങനെ ടോർച്ച് വീണ്ടും ചെയ്യാൻ തുടങ്ങിയായിരുന്നു സ്റ്റെല്ല. അങ്ങനെ ജിമ്മിക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ ജിമ്മിനിക്ക് ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ ചേട്ടനിക്ക് ബിസിനസ് അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ ജിമ്മിൻ വിളിച്ചു ചേട്ടനെ. അങ്ങനെ ചേട്ടൻ വന്നു. ജിമ്മിൻ്റെ ചേട്ടനാണ് ജിന്നോട് പറയുന്നു, ചേട്ടാ എന്ത് ജിമ്മി ചേട്ടാ ഈ കമ്പനി നോക്കിക്കോ. ഈടാ എനിക്ക് ഈ കമ്പനി ഇൻട്രസ്റ്റ് ഇല്ലടാ എന്നോട് പറഞ്ഞു. എനിക്ക് ആറ്റിന് ഇൻട്രസ്റ്റ് ചേട്ടാ, പ്ലീസ് ചേട്ടാ, എനിക്ക് കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല ചേട്ടാ. അങ്ങനെ ജിന്നോട് പറഞ്ഞു, ശരിടാ ഞാൻ നോക്കിക്കോളാം, നീ പോയിട്ട് വാ. അങ്ങനെ സ്റ്റെല്ലൻ്റെ ഹസ്ബൻഡ് സ്റ്റെല്ലൻ്റെ US സ്റ്റെല്ലൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോയി. അപ്പം ജിമ്മിന് വന്നു. അപ്പം സമാധാനം, സ്റ്റെല്ല പോയിടാ. അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് ക്യൂട്ടായിട്ട് ബേബി ജനിച്ചിരുന്നു. ഫസ്റ്റ് ബോയ് ബേബിയാണ്. ഇപ്പോൾ ഹീറോയ്ക്ക് ബേബിയെ മൂച്ചി ഫുഡ് കഴിക്കടാ. വേണ്ട മമ്മി വേണ്ട, എനിക്ക് ഫുഡ് വേണ്ട. ഡാഡാ അവിടെ നോക്കും മമ്മി. എടാ ഫുഡ് കഴിക്കും. ഹീറോയ് അയ്യോ വേറെ ഹോസ്പിറ്റൽ. ഇപ്പം 9 മാസം എത്തിച്ചാണ് ഹോസ്പിറ്റലിൽ കൊണ്ട ഹീറോയ്ക്ക് ക്യൂട്ടായിട്ട് ഗേൾ ബേബി ജനിച്ച്. അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയിരിക്കാൻ തുടങ്ങി. ജിമ്മിന് പറഞ്ഞു ഓക്കെ. ഇപ്പോൾ പേരിട്ട് കുട്ടികൾക്ക് കുട്ടികൾ വളർന്നു വലുതായി. ഹീറോയിൻ്റെ ബോയ് ബേബി സ്കൂളിൽ പോകാണ് ഫസ്റ്റ് ഇയർ. ഇപ്പോൾ ചെറിയ കുട്ടിയാണ്. 1 വയസ്സായി ഗേൾ ബേബിക്ക്. അങ്ങനെ പറയാൻ തുടങ്ങി ഡാഡ എന്ന് പറഞ്ഞു. ക്യൂട്ടായിട്ട് ഫാമിലി ഫോട്ടോസ് എടുത്ത് ഹീറോയിൻ്റെയൊക്കെ ഫാമിലി വീട്ടിലൊക്കെ പോയിട്ട് വരാം. റോസിക്ക് മാരേജായി ഷുഗർ കൂടെയാണ്. അങ്ങനെയായിട്ട് എല്ലാവരും ഹാപ്പിയായി ഫാമിലി ഫോട്ടോസ് എടുക്കായിരുന്നു. എല്ലാവരും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കായിരുന്നു. ഹാപ്പി എൻഡിങ്.